മുത്തുമണികളെ എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. വീഡിയോ അവസാനം വരെ കാണാം. കുറഞ്ഞ ചെലവിൽ എങ്ങനെ കോഴിക്കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ വന്നുള്ളത്. ഒരു 900 ഗ്രാമിന്റെ കോഴി നന്നായിട്ട് കെക്കി വൃത്തിയാക്കിയിട്ട് മൺചട്ടിയിൽ വെച്ച് തിരിച്ച് കത്തിച്ച് അതിന്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു 3 റൗണ്ടായിട്ട് ചുറ്റിയതിനു ശേഷം ഒരു 3 പീസ് പട്ട, പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരേ വലിപ്പമുള്ള ഒരു 5 ഗ്രാമ്പു, അത് വലിപ്പം കൂടാനും പറ്റില്ല കുറയാനും പറ്റില്ല, അങ്ങനത്തെ ഒരു 5 ഗ്രാമ്പു ഇട്ട് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. ഞാൻ മുളകും പൊടി ഇതിൽ ചേർക്കണില്ല, എരിവുള്ളത് ഇട്ടോ. പിന്നെ അതിലേക്ക് നമ്മളൊരു 5 ഏലക്കായും അതുപോലെ തന്നെ 5 കുരുമുളക് ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് ക്യാമറ ഓണാക്കാൻ മറന്നുപോയതാണ്. അപ്പൊ അങ്ങനെയുള്ള പോലെ പൊട്ടത്തരങ്ങളും വെട്ടിത്തരങ്ങളൊക്കെ പറ്റിച്ചെങ്കിലും ചെയ്തത് നമ്മൾ പറയാതിരിക്കാൻ പറ്റൂല. ഉള്ളതുള്ള മാതിരി പറഞ്ഞെങ്കിലേ നമുക്ക് ഉണ്ടാക്കുമ്പോൾ നന്നായി കിട്ടുള്ളൂ. അതിന് വേണമെങ്കിൽ ഇത്ര കഷ്ടപ്പെടുന്നു. കണ്ണും ചിമ്പിച്ച ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നും ചിന്തിക്കരുത്. എന്ത് കാര്യം ചിന്തിക്കും തോറും കജ്ജിന്ന് പോകുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യമായ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് എന്താ ചെയ്യുക, നമ്മൾ ആവശ്യമുള്ള ഉപ്പൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ കൂടുതൽ ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ ചിക്കൻ മസാല കാര്യങ്ങളൊന്നും ചേർക്കണില്ല. കുറഞ്ഞ ചിലവിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കലുണ്ട്. എല്ലാവർക്കും ഉപകാരത്തിൽപ്പെടും ചെയ്യും. നമ്മൾ ഉള്ളിയും തക്കാളി ഇല്ലെങ്കിലും കോഴിക്കറി നേരെയില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട് പൊതുവെ. അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോഴിക്കറി കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതേമാതിരി നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ തിജ്ജിൽ കുറച്ചു നേരം വെക്കുക. അപ്പോൾ ആ മസാലയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പൊടിക്കും. ഇത് വേറെ ലെവലാണ്. ഇതിന്റെ പെരയിലെ അളിയന്മാർ വരുമ്പോൾ ഉണ്ടാക്കുന്നതാണ്. ഓർക്ക് ഇത് വലിയ കാര്യമാണ്. ഞാൻ അത്രയ്ക്ക് നിർബന്ധമാണ്, ഒഴിച്ചു കൂടാൻ പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുക, പച്ചമുളകും ചേർക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാനതൊന്നും ചേർക്കണില്ല. നമുക്കൊരു നാടൻ രീതിയിൽ കിട്ടണം. അതായത് ഇന്ത്യയൊക്കെ കുട്ടിക്കാലത്ത് കോഴിക്കറി ഉണ്ടാക്കുന്ന ഒരു ലെവലിലാണ് ഉണ്ടാക്കുന്നത്. അന്നത്തെ കാലത്ത് തക്കാളി ഉള്ളിയൊന്നും ആരും കൂടുതൽ അങ്ങനെ വാങ്ങാത്തൊരു കാലമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് മുമ്പ് പറഞ്ഞ മാതിരി നമ്മൾ മൂടി വെക്കുക, ചെറിയൊരു തിജ്ജിൽ വെക്കുക. അപ്പൊ അതിന് കുറച്ച് നീരും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ പൊന്തി വരും. ഈ ചൂടുള്ള കോഴിക്കും അതുപോലെ തന്നെ മസാലയ്ക്കൊക്കെ നമ്മൾ പച്ചവെള്ളം പറഞ്ഞാൽ ഒരു പച്ചച്ചൂരയിക്കാരം. പിന്നെ ആ കോഴി ആകെ വാടി ഒരു തുമ്പില്ലാതെയോ. എന്നിട്ട് എന്താ വെച്ചാൽ മൂടി തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി നോക്കുക. ചെറിയ തിജ്ജിൽ വെക്കണം കേട്ടോ. ചെമ്പിലാണെങ്കിൽ നല്ല ശ്രദ്ധിക്കണം, മൺചട്ടിയിലാണെങ്കിൽ നല്ല ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ മസാല എങ്ങനെ ആകൊണ്ട് അത് അടി പിടിച്ചാൽ സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഉപ്പും പുളിയൊക്കെ പിടിച്ചിക്കണോ നോക്കട്ടെ. സംഭവം സാറായിക്കൊണ്ട് ഒന്നും പറയാല്ല. നല്ലൊരു കല്യാണ കുടിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് എന്താ നമ്മൾ ഈ തിളച്ച വെള്ളം നേരേക്കാണ് പാർന്നു കൊടുക്കുക. ഇനി ഇതിൽ വേറെ മസാലയും കാര്യങ്ങളൊന്നും ചേർക്കണില്ല. ഇതേമാതിരി ഇങ്ങോട്ട് വറ്റിക്കണ്ടോലേക്ക് വറ്റിക്കുക, വെള്ളം കൂടുതൽ വേണ്ടവർക്ക് വെള്ളം കൂടുതൽ വെക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. എന്തായാലും അല്ല ഇതേ ലെവലിൽ ഉണ്ടാക്കിയ പായിൽ നിന്നല്ല മഹലിൽ തന്നെ നിൽക്കൂല. ഒന്നാണ് മൂടിയൊക്കെ നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത്. മല്ലിച്ചപ്പ്, പൊതിന അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചേർത്തോളി. ഞാനിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.